നമസ്കാരം. ചാരന്മാരെ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും പരമാവധി വിവരം ചോർത്തുന്ന സമയമാണിപ്പോൾ. കാരണം നമുക്കറിയാം, നിരവധി പാകിസ്ഥാൻ ചാരന്മാരെ ഈ അടുത്ത കാലത്തായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും പോലീസും സുരക്ഷാ സേനയും സംയുക്തമായി പിടികൂടിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നും, ദില്ലിയിൽ നിന്നും, ഹരിയാനയിൽ നിന്നും, പഞ്ചാബിൽ നിന്നും, രാജസ്ഥാനിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള ചാരന്മാരെ, നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിക്കൊണ്ടിരുന്ന സ്വദേശിയും വിദേശിയുമായ ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ശക്തമായ ഒരു ചാര നെറ്റ്വർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയം, അതൊക്കെ ഇന്ത്യയുടെ സേനാ മൂവ്മെന്റ്, ഇന്ത്യൻ സേന എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള വളരെ കൃത്യമായ ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തിയിരുന്നു. അതെല്ലാം വിവരങ്ങളൊക്കെ ശേഖരിച്ചിരുന്നത് ഇത്തരത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ അതിനുമപ്പുറം ഇന്ത്യയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഹണി ട്രാപ്പിൽപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ നിർണായകമായി വിവരങ്ങൾ ചോർത്തുന്ന സംവിധാനവും ഇപ്പോൾ പാകിസ്ഥാൻ നടപ്പിലാക്കി വരുന്നുണ്ട്. അങ്ങനെ നിരവധി ഹണി ട്രാപ്പ് കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലരും പിടിയിലായിട്ടുമുണ്ട്. ഇങ്ങനെ ഉദ്യോഗസ്ഥരെ ഹണി ട്രാപ്പിൽപ്പെടുത്തി നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാൻ ചോർത്തിയെടുക്കുന്നത് തടയാൻ പുതിയ മാർഗനിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സംസ്ഥാനങ്ങളിലെ പോലീസുകാർക്കും അതുപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർക്കുമെല്ലാം ഈ മാർഗനിർദ്ദേശം, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. മാത്രമല്ല, വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്നുണ്ട്. ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. അതായത്, സുന്ദരികളായ യുവതികളുടെ പ്രൊഫൈൽ പിക്ചർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫൈലുകൾ, സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വളരെ കരുതലോടെ വേണം സ്വീകരിക്കാൻ എന്നാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത്. ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ ഓപ്പറേറ്റീവ്സ്, ഇൻ്റലിജൻസ് ഓപ്പറേറ്റീവ്സ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, എക്സ്, ലിങ്ക്ഡിൻ ഇങ്ങനെയുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വളരെയധികം ആക്റ്റീവാണ്. അവർ ഇന്ത്യയിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും നിർണായകമായ പൊസിഷനുകളിൽ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയെല്ലാം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. റിസർച്ചറാണ്, ജേർണലിസ്റ്റാണ്, കോളേജ് അധ്യാപികയാണ് എന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് വളരെ ആകർഷകമായ വ്യക്തിത്വമുള്ള യുവതികളുടെ ഫോട്ടോഗ്രാഫുകൾ പതിപ്പിച്ച വളരെ ജെന്യുവിൻ എന്ന് തോന്നുന്ന രീതിയിലുള്ള സമൂഹ മാധ്യമ പ്രൊഫൈലുകളാണ് ഇവർ പൊതുവെ കൈയാളി വരുന്നത്. ഈ പ്രൊഫൈലുകളാണ് ഇത്തരത്തിൽ ചാരപ്രവർത്തനത്തിനും ഹണി ട്രാപ്പിങ്ങിനുമൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ സുന്ദരികളായ യുവതികളുടെ പ്രൊഫൈലുകൾ, സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, അതിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകൾ, ലിങ്കുകൾ, ഇതെല്ലാം വളരെ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാവൂ എന്നാണ് ഈ മാർഗനിർദ്ദേശത്തിൽ, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ പറയുന്നത്. അതായത്, പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കാരണവശാലും അവരുടെ ഔദ്യോഗികമായ ഐഡന്റിറ്റി സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തരുത്. അതോടൊപ്പം തന്നെ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ, വീഡിയോസ് ഇതൊന്നും തന്നെ പ്രദർശിപ്പിക്കരുത്, സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യരുത്. സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ തന്ത്രപ്രധാനമായ പേഴ്സണൽ വിവരങ്ങളും അതോടൊപ്പം തന്നെ ഔദ്യോഗിക വിവരങ്ങളും എല്ലാവർക്കും കാണുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തരുത്. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനുകളൊന്നും, ഈ ഔദ്യോഗികമായ ആശയവിനിമയങ്ങൾ ഇതൊന്നും തന്നെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്താൻ പാടില്ല. ഇങ്ങോട്ടേക്ക് വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റുകളും മറ്റും വളരെ വാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അക്സെപ്റ്റ് ചെയ്യാവൂ. പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസ്വേഡുകളും മറ്റും വളരെ ശക്തിയുള്ള പാസ്വേഡുകളാക്കുക. അതോടൊപ്പം തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ കൂടുതൽ സുരക്ഷ ഉള്ളതാക്കി മാറ്റുന്ന സുരക്ഷാ സൗകര്യങ്ങൾ, 2 ഫാക്ടർ ഓതന്റിക്കേഷൻ പോലെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഉണ്ടായിരിക്കണം, അറേഞ്ച് ചെയ്തിരിക്കണം എന്നാണ് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പറയുന്നത്. കഴിവതും ഈ പറയുന്നത് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ഇടപെടലുകൾ വളരെ മുതിർന്ന തന്ത്രപ്രധാനമായ സ്ഥാനത്തിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ള ഉദ്യോഗസ്ഥർ നടത്തരുത്. നടത്തിയാൽ തന്നെയും അത് സുരക്ഷിതമായിരിക്കണം. ഔദ്യോഗികമായ ആശയവിനിമയങ്ങൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ സന്ദേശങ്ങളും ഈ ഫേസ്ബുക്കിലൂടെ നടത്താൻ പാടില്ല, അല്ലെങ്കിൽ മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ നടത്താൻ പാടില്ല എന്നതടക്കമുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് സേനാ ഉദ്യോഗസ്ഥർക്കുമൊക്കെ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. കാരണം ഹണി ട്രാപ്പിങ്ങിലൂടെ നടത്തുന്ന ചാര
ചാരപ്രവർത്തനം അത് രാജ്യത്ത് നിരവധി സംഭവങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിജയകരമായി അവർ വിവരങ്ങൾ ചോർത്തിയ സംഭവങ്ങളുണ്ട്, ചോർത്താൻ ശ്രമിച്ച സംഭവങ്ങളുണ്ട്. പാകിസ്ഥാന്റെയും അതുപോലെ തന്നെ മറ്റ് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ചാരന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ഹണി ട്രാപ്പിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. അവരിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുണ്ട്. ഈ വിവരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം SOP പുറത്തിറക്കുന്നത്. ഈ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും അങ്ങനെ ബോധപൂർവം ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റ ലീക്കിന് കാരണമായി തീർന്നാൽ ഈ പോലീസുകാരുടെ ഡിജിറ്റൽ ഡിവൈസുകൾ അടക്കം കണ്ടുകെട്ടുന്നതിനടക്കമുള്ള നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടാനും പോലീസ് ഉദ്യോഗസ്ഥരുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ നിയന്ത്രിക്കാനുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.